നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇങ്ങനെയൊരു കാഴ്ചയ്ക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് വയനാട് ദുരന്ത മേഖലയിലെത്തിയ മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ജനകീയ തെരച്ചിൽ പുരോഗമിക്കവേ പ്രദേശത്ത് എത്തിയതായിരുന്നു മന്ത്രി. 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. ക്യാമ്പിലുള്ളവരും തെരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ട്. പ്രദേശവാസികൾ സ്വന്തം വീടിരുന്ന സ്ഥലത്തേക്കെത്തി അവശേഷിപ്പുകൾ പരിശോധിക്കുകയാണ്. ഇനിയും കണ്ടെത്താൻ സാധിക്കാത്ത തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടെത്താൻ സാധ്യതയുണ്ടോ എന്നും അവർ തിരയുന്നു. വീടുകളിൽ നിന്ന് വിലപ്പെട്ട രേഖകളും മറ്റുള്ളവയും സന്നദ്ധ പ്രവർത്തകർ കണ്ടെത്തുന്നുണ്ട്. ഉരുൾപൊട്ടലിൽപ്പെട്ട 130 പേരെ ഇനിയും കണ്ടെത്താൻ ബാക്കിയുണ്ട്. ഇവരുടെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. മന്ത്രി എ.കെ. ശശീന്ദ്രനും ജനകീയ തെരച്ചിലിന്റെ ഭാഗമായി വയനാട്ടിൽ ജനകീയ തെരച്ചിൽ തുടരുമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് അറിയിച്ചു. ഉണ്ടായ നഷ്ടത്തിന്റെ വ്യാപ്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ തിരിച്ചുകൊണ്ടുവരാൻ സർക്കാർ പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകുന്നുവെന്ന് പറഞ്ഞ മന്ത്രി എ.കെ. ശശീന്ദ്രൻ വികാരാധീനനായി. ഉരുൾപൊട്ടലിൽ കാണാതായ അച്ഛനെ തെരയുന്ന മകനെ കണ്ട മന്ത്രി ദുരന്തഭൂമിയിൽ പൊട്ടിക്കരഞ്ഞു. ദുരന്തത്തിന്റെ വ്യാപ്തി അനുഭവിച്ചു. ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടാകും. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇത്രയേ ആയുസ്സുള്ളൂ. നമ്മുടെ ജീവിതത്തിലൊക്കെ എന്ത് ദുരന്തമാണ് ഉണ്ടാവുക എന്ന് ആർക്കാണ് പറയാൻ കഴിയുക? എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണ്. നമ്മുടെ വാക്കും പ്രവർത്തനങ്ങളും അവർക്ക് ആത്മവിശ്വാസം നൽകുന്നതായിരിക്കണം. അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ആ പ്രതിജ്ഞയാണ് ഇത്തരം ഘട്ടങ്ങളിൽ എടുക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. ഇന്നലെ 3 മൃതദേഹവും 1 ശരീരഭാഗവും എയർലിഫ്റ്റിലൂടെ പുറത്തെടുത്തിരുന്നു. കാന്തൻപാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തു നിന്നാണ് ഇവ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച കണ്ടെത്തിയ മൃതദേഹങ്ങൾ അന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടെ ഔദ്യോഗിക കണക്കുകളിൽ മരണം 229ആയി. 400-ലേറെ പേർ മരിച്ചതായാണ് അനൌദ്യോഗിക കണക്ക്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.